ഇന്ന് നമുക്ക് നല്ലൊരു സൂ കാണാൻ പോകാം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് മൃഗങ്ങളില്ല, ഒരുപാട് വെറൈറ്റി മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു സൂ സ്ഥിതി ചെയ്യുന്നത് കോർക്കിലാണ് കേട്ടോ. വാട്ടർഫോളിൽ നിന്ന് ഞങ്ങൾ കോർക്കിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. ഒരു ദിവസം ഫുൾ ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റംസ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ വരവേൽക്കാനായിട്ട് ആദ്യം ജിറാഫും ദൈക്കാവുന്ന ഒട്ടകപക്ഷിയും റക്കൂണും ഒക്കെയാണ് കേട്ടോ ആദ്യം നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഇവർ ചില കുട്ടികളുടെ സിനിമയിലൊക്കെ കോമഡി കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കാണാം. തൊട്ടടുത്ത വീട്ടിൽ കാണാൻ കഴിഞ്ഞത് നല്ല കൊഴുത്ത് ഉരുണ്ട സീബ്രക്കുട്ടന്മാരെ നോക്കി കൊതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ദൈക്കാവുന്ന ചീറ്റയാണ് കേട്ടോ. അടുത്ത ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഭാര്യമായിട്ട് വഴക്കിട്ട് കിടക്കുന്ന നമ്മുടെ സിംഹരാജനെയും കുടുംബത്തെയാണ്. എന്താല്ലേ, കാട്ടിലായാലും വീട്ടിലായാലും പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെ. പിന്നെ നമ്മൾ കണ്ട് ഉച്ചവെയിലും കൊണ്ട് ഉച്ചവർക്കത്തിൽ കിടക്കുന്ന നമ്മുടെ റൈനോയാണ് കേട്ടോ. അടുത്തത് ഈ കാണുന്ന 2 റെഡ് പാണ്ടയാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി തർക്കമാണെന്ന് തോന്നുന്നു. ഒച്ച വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പെൻഗിൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ കാണാത്ത ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന്. ഇവരെ കണ്ടാൽ തന്നെ പാവം തോന്നും കേട്ടോ. ഇങ്ങനെ വന്ന് നിൽക്കുന്നത് മീനിനായിട്ടാണ് കേട്ടോ. ഇപ്പൊ ഇവർക്കുള്ള ഫുഡ് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. ഇത് സ്ലോയിൽ സഞ്ചരിക്കാൻ മിടുക്കരായിട്ടുള്ള 2 പേരെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഈ കാണുന്ന ആമക്കുഞ്ഞന്മാരും പിന്നെ നമ്മുടെ സ്ലോത്തും. ഇത് നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടുന്ന ഒരു സംഭവമല്ല. ആദ്യം കണ്ട് പാവയാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് അത് അനങ്ങി തുടങ്ങിയത്. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഇനി ഫുഡ് കഴിക്കാനുള്ള നേരമാണ് കേട്ടോ. കുഞ്ഞെ നീ തരുമോ നിങ്ങളുടെ കയ്യിലെ നഗറ്റ്സ് എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ കാക്കമ്മച്ചി ഇരിപ്പുണ്ട്. സ്കൂൾ വിട്ട പിള്ളേരെ പോലെ ഓടിക്കളിക്കുന്ന ഈ കാണുന്ന സ്പൈഡർ മങ്കീസിനെ കാണാനാണ് ഞങ്ങൾ അടുത്ത് പോയത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ചായപ്പിടിയുടെ സൈഡിൽ ഇരുന്ന് കുറ്റം പറയുന്ന മാമമാരെയും കാണാം. അവന്മാരടക്കം ഒന്ന് ഭയങ്കര ബഹളമാണ്. അവസാനമായിട്ട് ഈ ചാരം തുടങ്ങുന്ന കങ്കാരൂനെയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ പടിയിറങ്ങി.